താരരാജാക്കന്മാരുടെ നായികയായി 90കളിൽ വെള്ളിത്തിരയിൽ നിറഞ്ഞ നായികയാണ് കനക. ഗോഡ്ഫാദർ എന്ന മലയാള ചിത്രത്തിലെ മന്ത്രിക്കൊച്ചമ്മ വരുന്നുണ്ടേ എന്ന രസകൻ ഗാനത്തിലെ കോളേജ് കുമാരി എന്ന് പറഞ്ഞാൽ ആ നടിയെ മലയാളികൾ വേഗം മനസ്സിലാക്കും. കനക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ഒരു പാടുമില്ല. എന്നാൽ ഇന്ന് കുറേ നായ്ക്കൾക്കും പൂച്ചകൾക്കുമൊപ്പം ചെന്നൈയിലെ വീട്ടിൽ ഏകാന്തവാസത്തിലാണ് കനക. അച്ഛനമ്മമാരുടെ ദാമ്പത്യത്തിലെ അസ്വാരസ്യം കനകയെ തള്ളിവിട്ടത് അരക്ഷിതത്വത്തിലേക്കാണ്. എന്നും അമ്മയുടെ ചിറകിൻ കീഴിൽ ഒതുങ്ങാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആ മകൾ അമ്മയുടെ മരണശേഷം തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അമ്മയല്ലാതെ മറ്റാരെയും സ്നേഹിക്കാനോ വിശ്വസിക്കാനോ കനകയ്ക്ക് അറിയില്ല. അഭിനേത്രിയായ ദേവികയുടെയും അസിസ്റ്റന്റ് ഡയറക്ടർ ദേവദാസിന്റെയും മകളായി 1973 ജൂലൈ 14-ന് ചെന്നൈയിലാണ് കനക മഹാലക്ഷ്മി എന്ന കനക ജനിച്ചത്. തമിഴ് സിനിമാ ലോകത്ത് നിറഞ്ഞു നിന്ന നടിയായിരുന്നു കനകയുടെ അമ്മ. തന്നെപ്പോലെ മകളെയും ഒരു അഭിനേത്രിയാക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. കനകയുടെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞു. എന്നാൽ പിന്നീട് അമ്മയുടെ ചിറകിൻ കീഴിലായിരുന്നു കനകയുടെ വളർച്ച. കനകയ്ക്ക് 17 വയസ്സുള്ളപ്പോൾ കനക അഭിനയത്തിലേക്ക് എത്തി. വളരെ പെട്ടെന്നായിരുന്നു കനക വലിയൊരു നടിയായി മാറിയത്. ആദ്യ ചിത്രം തന്നെ ഹിറ്റായത് കനകയുടെ ജീവിതത്തിൽ വഴിത്തിരിവായി. പക്ഷേ ഭാഗ്യം പ്രതീക്ഷിച്ചതുപോലെ കനകയെ തുണച്ചില്ല. കനകയുടെ മറ്റു ചിത്രങ്ങൾ വിചാരിച്ചത്ര വിജയിച്ചില്ലെങ്കിലും തമിഴ്, തെലുങ്ക്, മലയാളം സിനിമയിലെ സൂപ്പർ നായകന്മാർക്കൊപ്പം നായികയായി തിളങ്ങാൻ കനകയ്ക്ക് അവസരം ലഭിച്ചു. അതിസയം പിറവി, പെരിയ കുടുംബം, ചാമുണ്ടി എന്നിവ കനക അഭിനയിച്ച ചിത്രങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ്. മലയാളത്തിൽ മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം, മുകേഷ് എന്നിവർക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. സിദ്ദിഖ് സംവിധാനം ചെയ്ത ഗോഡ് ഫാദറിലെ മാലു എന്ന കഥാപാത്രം മുതൽ ഏഴര പൊന്നാന, വിയറ്റ്നാം കോളനി, ഗോളാന്തര വാർത്ത, വാർദ്ധക്യപുരാണം, പിൻഗാമി, നരസിംഹം തുടങ്ങി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചിട്ടുണ്ട്. നടി കനക എവിടെയാണ് എന്ന് പലർക്കും അറിയില്ല. നടിയുടെ ജീവിതം ഇപ്പോൾ ഒരു ഇരുട്ടറയിൽ എന്ന പോലെയാണ്. നടി കനകയുടെ ഒരു വീഡിയോ കുറേ നാളുകൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു. നമ്മുടെ ലാലേട്ടനൊപ്പം അഭിനയിച്ച ആ കനകയായിരുന്നില്ല രൂപത്തിലും ഭാവത്തിലും സംസാരത്തിലും എല്ലാം മറ്റൊരാൾ. നടി കനകയെ നേരിൽ കണ്ട് സംസാരിച്ചതിനെ കുറിച്ച് നടി കുട്ടി പത്മിനി പറയുകയാണ്. കനകയെ നേരിൽ കണ്ട് സംസാരിച്ചെങ്കിലും പിന്നീട് താനുമായി കനക കോണ്ടാക്ട് വച്ചില്ലെന്നാണ് കുട്ടി പത്മിനി പറയുന്നത്. കനക മരിച്ചാൽ പുറത്തറിയാൻ 3-4 ദിവസങ്ങൾ എടുത്തേക്കും. നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും നീ ചോദിക്കാൻ ഞാൻ ചെയ്യാം എന്ന് ഞാൻ കനകയോട് പറഞ്ഞതാണ്. കോഫി ഷോപ്പിൽ ഇരുന്നാണ് ഞങ്ങൾ സംസാരിച്ചത്. എന്താണ് കനക നീ ഇങ്ങനെ? അമ്മയ്ക്ക് നീ ഏക മകളാണെന്ന് ഞാൻ പറഞ്ഞു. അക്ക, അച്ഛൻ ചെയ്ത കാര്യങ്ങളിൽ വല്ലാതെ മനസ്സുടഞ്ഞു പോയി എന്ന് കനക മറുപടി നൽകി. അത് നീ വിട് എന്ന് ഞാൻ പറഞ്ഞു. അച്ഛന് ആവശ്യപ്പെട്ട സ്വത്ത് കനക കൊടുത്തതാണ്. അത് നിന്റെ കടമയായി കണ്ടാൽ മതി. ഇപ്പോൾ നിനക്ക് എന്ത് സഹായമാണ് വേണ്ടത്? ഈ വീട് പൊളിച്ച് വേറൊരു വീട് പണിയാൻ ഏർപ്പാടാക്കണമോ എന്ന് ഞാൻ ചോദിച്ചു. ഈ സ്ഥലം വിറ്റ് വേറെ എവിടേക്കെങ്കിലും മാറുമെന്ന് കനക. എന്തിനും സഹായിക്കാമെന്ന് പറഞ്ഞു. പ്രോപ്പർട്ടികളെ കുറിച്ച് ഞാൻ പറയുന്നില്ല, ഭയമുണ്ട്. കാരണം അവൾ ഒറ്റയ്ക്കാണ് കഴിയുന്നത്. വിദേശ യാത്രകളൊക്കെ പോയി ജീവിതം ആസ്വദിക്കുമെന്ന് ഞാൻ കനകയോട് പറഞ്ഞു. സർക്കാർ എടുത്ത സ്ഥലത്തിന്റെ പണം കിട്ടിയിട്ടില്ല, അത് വാങ്ങണം എന്ന് കനക പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് അടുത്ത് ഞാൻ കൊണ്ടുപോകാം, നീ വാ എന്നും ഞാൻ പറഞ്ഞതാണ്. ദയവ് ചെയ്ത് നീ ഫോൺ എടുക്കുക, മറ്റുള്ളവരെ പോലെ എന്നെ വിശ്വസിക്കാതിരിക്കരുത് എന്ന് പറഞ്ഞതാണ്. ഒരു ദിവസം കനക വാട്സാപ്പിൽ തംസപ്പ് അയച്ചു. പിന്നെ വീണ്ടും ഫോൺ ഓഫ് ചെയ്തെന്ന് കുട്ടിപ്പത്മിനി പറയുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്ന് ശരിക്കും പറഞ്ഞാൽ അറിയില്ല എന്നാണ് കുട്ടിപ്പത്മിനിയും പറയുന്നത്.